ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടേക്കാണെന്ന് വെച്ചാൽ വിഷു തലേന്നാണ് എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല ഇന്ന് സ്പെഷ്യലായിട്ട് അവളും കൂടെ ഉണ്ട്, അർച്ചനയും കൂടെ എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് സീറ്റൊക്കെ കിട്ടിയ ആളിങ്ങോട്ട് ഉറങ്ങിയിട്ട് ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ വിഷുവിൻ്റെ സെലിബ്രേഷൻ ഉണ്ടാവില്ല, അപ്പോൾ ആ ട്രഡീഷണൽ ആയിട്ട് പോയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. നമ്മൾ കയറിയ ബസ് എന്തായാലും കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അപ്പോൾ പാവി ചെല്ലുന്നിടം പാതാളം എന്നാണല്ലോ. അപ്പോൾ ഞാൻ കയറിയ എല്ലാ ബസ്സും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ അവിടെ ബസ് കുറച്ച് നേരം ഇങ്ങോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ അപ്പത്തേനും അവിടെ ഒരു മാങ്ങമരം കണ്ടപ്പോൾ ഇവിടെ പറഞ്ഞു സൂര്യൻ കിട്ടിക്കുവാന്ന് പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് 3 മാങ്ങയും കൂടെ പറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ നമ്മൾ കൂറ്റനാടിലേക്ക് ഓട്ടോ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നേരെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ട്, കാരണം ഞാൻ ടെൻഷനായി, മൊത്തത്തിൽ ഇങ്ങോട്ട് ടെൻഷനായി. പിന്നെ നമ്മളിതാ പട്ടാമ്പിക്ക് കയറി. പട്ടാമ്പിന്ന് അപ്പത്തേനും നമ്മൾ പറയുന്നുണ്ട് മുഖം അങ്ങോട്ട് കരിവാളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ പറയുന്നുണ്ട് ഗുരുവായൂർ പോയിട്ട് വന്ന അത്രക്കില്ല എന്തായാലും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അവളുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് വന്ന സ്നാക്സ് ആയിരുന്നു കേട്ടോ. അവളുടെ അമ്മ ഉണ്ടാക്കി കൊടുത്ത സ്നാക്സാണ്. അതെന്തായാലും നമ്മൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് ഇങ്ങനെ അവൾ കിടക്കണ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ നമ്മൾ കോളേജിൽ പണ്ട് പോകുമ്പോൾ ഇപ്പം ഞാൻ ഇതിൻ്റെ മോം ട്യൂബിൻ്റെ വീഡിയോ ഇട്ടില്ലേ, അവൾ ഇതുപോലെയാണ് എന്നെ കിടക്കുക. അപ്പോൾ ഞാൻ അതായിരുന്നു ഓർത്തത്. നമ്മൾ ഏകദേശം പാലക്കാട് എത്താറായപ്പോൾ ഞാൻ അവളെ എണീപ്പിച്ച് നമ്മൾ എത്തിയിട്ട് പകല് 2 പ്രാവശ്യം കൊറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി ഒന്നുമില്ലേ? ഒരു 6 മണിക്ക് എത്തി. അപ്പൊ കൊറച്ച് സമയമുള്ള എടുത്താ ഷർട്ടൊക്കെ എടുത്താ. പിന്നെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത് പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ വിഷുവൊക്കെയില്ല, അപ്പോൾ പൂവൊക്കെ വെച്ചിട്ട് അമ്പലത്തിലേക്ക് പോകണല്ലോ, അതൊക്കെയല്ലേ അതിൻ്റെ ഒരു ആചാരം. അപ്പോൾ നമ്മളെന്തായാലും പൂ വാങ്ങിക്കാൻ വേണ്ടി സൈഡിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടി. അപ്പോൾ ചേച്ചിയാണ് പൂ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പടക്കപ്പെട്ടി പൊട്ടിച്ച് മോനെ, പിന്നെ കുറേ ഓലപ്പടക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പാമ്പാണ്, പണ്ട് നമ്മുടെ പാമ്പ് എന്നൊക്കെ പറയില്ലേ, കത്തി കത്തി ഇങ്ങനെ പാമ്പിൻ്റെ രൂപത്തിലാണ്. പിന്നെ പടക്കങ്ങൾ ഇന്നും എനിക്കൊരു വീക്ക്നെസ്. സീനായിട്ടുണ്ട്. ഡയലോഗൊക്കെ ഉള്ളൂ ഗൈസ്, ഡയലോഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് പെട്ടെന്ന് തീർന്നായിരുന്നു. ഇതൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ കത്തിക്കേണ്ടതൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് ചേച്ചിക്ക് അർച്ചനയ്ക്കും കൊടുത്തു. അനിയന് ഞാനും ഫുള്ളും പൊട്ടിക്കലായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിയുമ്പോഴത്തേനും നമ്മൾ അത് കുറച്ച് നേരം ഞാൻ പൊട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കണി ഒരുക്കാനുള്ള ഒരിതിലായിട്ട്. അപ്പോൾ ചേച്ചിയാണ് എന്നും ആ ആചാരം അത് അങ്ങനെയായിട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തു കൊടുക്കുമെന്നല്ലാതെ ഞാൻ അങ്ങനെ അതിൽ കൂടാറില്ല, ഇങ്ങനെ ഇങ്ങനെ കാണുന്നല്ലാതെ. പിന്നെ അവളിത് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞ് തലയൊക്കെ ഇങ്ങോട്ട് ശരിയാക്കുന്നുണ്ട്. പിന്നെ ഈ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന സാരി എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ കല്യാണ സാരിയാണ് കേട്ടോ. അതായത് 26 വർഷമുണ്ട് അതിന് പഴക്കം. പിന്നെ അത് അച്ഛൻ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫോൺ കണ്ടത് അച്ഛൻ ഇങ്ങോട്ട് ഇങ്ങനെ ഉറങ്ങുന്ന പോലെ ഇങ്ങോട്ട് അഭിനയിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ മുട്ടിയൊക്കെ എൻ്റെ പേപ്പറായിട്ടുണ്ട്, പരപരാന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ അനിയനാണെങ്കിൽ പടക്കം പൊട്ടിക്കുന്നത് തീരും തന്നെ ഇല്ല കേട്ടോ. പടക്കങ്ങൾ എന്നെക്കാളും വീക്ക്നെസ് അവനാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവൻ എന്താ പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിഷു തലേന്ന് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടില്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു. കണ്ടാ ഞാൻ പറഞ്ഞ പോലെ തന്നെ അനിയൻ നിർത്തുന്നില്ല, പടക്കം പൊട്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇത്രയും വീഡിയോ. താങ്ക് യു.